വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 5th അല്ലെങ്കിൽ 6ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽക്കേ ആയിരിക്കും കണ്ടുവരുന്നത്. ഏകദേശം 8 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. ഈ 8 ലക്ഷണങ്ങളും നിങ്ങൾക്കില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയിപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യവും കൂടി ഒന്ന് മോണിറ്റർ ചെയ്യണം. കാരണം ബ്ലീഡിങ് വളരെയധികം കുറവാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ ഏറ്റവും ആദ്യം സംസാരിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് മൈനർ ബ്ലീഡിംഗ് ആണ്. അതായത് ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6th ഡേ മുതൽ ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ടായി തുടങ്ങുന്നുണ്ട്. 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്നിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് അറ്റാച്ച് ആകുന്ന ഒരു പ്രോസസ്സാണ്. അത് പറ്റിപ്പിടിച്ച് വളരാനായിട്ട് രൂപപ്പെട്ട് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കോണ്ടാക്ട് കഴിയുന്ന ആ ഒരു 30 മിനിറ്റ്സിനകത്ത് തന്നെ എഗ് ശരീരത്തിനകത്തുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും കുറച്ചധികം ദിവസം എടുത്തിട്ടായിരിക്കും ഇംപ്ലാന്റേഷന്റെ ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ തുടങ്ങുന്നത്. ഈ ഒരു സമയത്ത് സെൽ ഡിവിഷൻ ഒക്കെ നടന്നിട്ട് എംബ്രിയോ ഫോർമേഷനും ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാവുകയായിരിക്കും ഈ ഒരു ടൈമിൽ ചെയ്യുന്നത് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്നിട്ട് ഇത് അറ്റാച്ച് ആകുന്ന സമയത്ത് കുറച്ച് ടിഷ്യൂസ് ഒക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും ഇത് ഉള്ളിലോട്ട് അങ്ങോട്ട് എംബഡഡ് ആകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പതിയുന്നത് പോലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് മൈനർ ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറിലോ ലൈറ്റ് പിങ്ക് കളറിലോ ഒക്കെ ആയിട്ട് ഫ്രഷ് ബ്ലഡ് പോകുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ നേരെ മറിച്ചൊരു ബ്രൗണിഷ് ആയിട്ടുള്ള ഷെയ്ഡിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള, അതായത് കെട്ടിക്കിടക്കുന്ന ബ്ലഡ് പോകുന്ന രീതിക്ക് നമ്മൾ പറയില്ലേ എടക്കറ പോകുന്നു കറ പോകുന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്കും ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സ്പോട്ടിങ് ഉണ്ടാവുന്നത് കേട്ടോ. ഈ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു സ്പോട്ടിംഗ് ആയിരിക്കും. ഒരിക്കലും ഒരുപാട് കൂടുതലായിട്ട് ഈ സ്പോട്ടിംഗ് ഉണ്ടാവില്ല. അതുപോലെ ഒരു പാഡ് പോലും നിറയേണ്ട രീതിക്കും നിങ്ങൾക്ക് സ്പോട്ടിംഗ് ഉണ്ടാവില്ല. വളരെ കുറച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു ബ്ലീഡിങ്ങിനെ അല്ലെങ്കിൽ സ്പോട്ടിങ്ങിനെ പ്രഗ്നൻസിയുടേതാണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഉണ്ടാവുമല്ലോ. എക്സ്പെക്റ്റഡ് ഡേറ്റിനേക്കാളും കുറച്ചധികം ദിവസം മുമ്പായിരിക്കും ഈ ഒരു സ്പോട്ടിംഗ് ഉണ്ടാവുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കണം. വരുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചില ആളുകൾക്കൊക്കെ ഏകദേശം പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിന് 1-2 ദിവസമൊക്കെ മുൻപായിരിക്കും ഈ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ പോലെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോഴും നിങ്ങൾ നോക്കേണ്ട കാര്യം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ചുള്ള ഫ്ലോ നമുക്കുണ്ടോ എന്ന് നോക്കാം. ഉണ്ടാകുന്നില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം വീക്കായി പോകുന്നത് പോലെ തോന്നുക. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളാണെങ്കിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ ഇമ്മ്യൂണിറ്റിയിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ തണുത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് അത് കുടിക്കുമ്പോൾ ജലദോഷം ഉണ്ടാവുക, ചുമയുണ്ടാവുക, തുമ്മലുണ്ടാവുക, തൊട്ടടുത്ത് ആരെങ്കിലും ഇരുന്ന് തുമ്മിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളും തുമ്മുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐസ്ക്രീം കഴിച്ചാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവുക. അങ്ങനെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് വീക്കായി പോകുന്ന സിറ്റുവേഷൻസ് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകാറുണ്ട്. ഇമ്മ്യൂണിറ്റി വീക്ക് ആകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നമ്മൾ ഏകദേശം പ്രഗ്നൻസി ഒക്കെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മറ്റുള്ള ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കാനായിട്ടൊക്കെ നോക്കണം. പ്രോപ്പർ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പുറത്തൊക്കെ പോയി വരുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം, മാസ്ക് വെക്കേണ്ട സിറ്റുവേഷനിൽ അങ്ങനെ വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു തലവേദനയോ തുമ്മലോ ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻ മേടിച്ചിട്ട് ലൂട്ടിയൽ ഫേസിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് ആവി പിടിക്കുകയോ ചൂടുവെള്ളം കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് ഇത് മാറുന്നില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുക. കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് പറ്റുന്ന തരത്തിലുള്ള ഡോസേജുകൾ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ മെഡിസിൻ എടുക്കാനായിട്ട് നോക്കുക. തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യരുത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ പാരസെറ്റാമോൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് ശരീരത്തിന് പ്രഗ്നൻസി ടൈമിൽ നല്ലതല്ല കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ല് ഭയങ്കരമായിട്ട് കൂടുക. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മണമാണെങ്കിലും ഭയങ്കര മൂക്കിലോട്ട് തറച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പ്രേ ആണെങ്കിലും നമുക്കത് പറ്റാതെ വരിക. ചില ക്രീമിന്റെ ഒക്കെ സ്മെല്ല് നമുക്ക് ഒട്ടും പൊരുത്തപ്പെടാനായിട്ട് പറ്റാതെ വരിക. ഫുഡ് ഐറ്റംസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ്. നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ല്, അതായത് നമ്മൾ സ്മെല്ല് ചെയ്തെടുക്കുന്ന ഒരു കഴിവ് പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ പലതിന്റെയൊക്കെ സ്മെല്ല് മൂക്കിലോട്ട് അടിച്ചു
തടിച്ചു കയറുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അതുമായിട്ടൊന്നും പൊരുത്തപ്പെടാനായിട്ട് പറ്റാത്തത് കേട്ടോ. അതുപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പോൾ നോണൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ മസാല ഒക്കെ ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഈ മസാലയുടെ ഒക്കെ സ്മെല്ല് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മസാലയൊന്നും ഫുഡിൽ ആഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ശക്തമായിട്ടുള്ള മണമുള്ള എയർ ഫ്രഷ്നർ ആണെങ്കിലും റൂം ഫ്രഷ്നർ ആണെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പരിധി വരെയൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണ് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവുക. ബോഡി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ അവയവവും ഭയങ്കര സ്പീഡായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കിഡ്നി നല്ലതുപോലെ വർക്ക് ചെയ്യുന്നു. ഇതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വേസ്റ്റ് യൂറിനിൽ കൂടി പുറത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. യൂറിനേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കരുത്. കാരണം ബോഡിയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കും കുഞ്ഞിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദിവസേന നമ്മൾ ലൂട്ടിയൽ ഫേസിൽ നിൽക്കുന്ന സമയത്ത് തന്നെ 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും കുടിച്ചു തീർക്കണം. അത് സൺസെറ്റിന് മുൻപ് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കുടിച്ചു തീർക്കണം. അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഫ്രീക്വന്റ് യൂറിനേഷൻ പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. യൂറിനേറ്റ് ചെയ്യുമ്പോൾ അടിവയറിന് വേദനയുണ്ടോ, യൂറിനേറ്റ് ചെയ്യുമ്പോൾ പുകച്ചിലുണ്ടോ, യൂറിനിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. കാരണം ചില ആളുകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാകും. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷൻ അഥവാ അതുപോലെ തന്നെ ഹാർട്ട് ബോണും ഉണ്ടാവുക. ഇതെല്ലാം നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. അതായത് പൊക്കിളിന്റെ മുകളിലോട്ട് വയറ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുക, കല്ലപ്പ് പോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അമരാത്ത പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വയറ് നിൽക്കുന്നത് പോലെ ഉണ്ടാവുക. വയറിൽ ഭയങ്കര അസ്വസ്ഥത, ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല, കഴിച്ചതെല്ലാം വയറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്, ദഹിക്കുന്നില്ല എന്നുള്ളൊരു സെൻസേഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുക. ഇതൊക്കെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതുപോലെ ഉണ്ടാകുന്ന ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് മോഷൻ നോർമൽ ആയിട്ട് പോകാതെ കട്ടയായിട്ട് ഉണ്ടയായിട്ടും ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് മാത്രം മോഷൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് അനുഭവപ്പെടുന്നു. പ്രഗ്നൻസി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൂടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ചീര കഴിക്കുക, മറ്റുള്ള ഇലക്കറികൾ കഴിക്കാനായിട്ടൊക്കെ നോക്കുക. അതുപോലെ നട്ട്സ്, ബദാം, പിസ്ത, കാഷ്യൂനട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നല്ലതായിട്ട് മോഷൻ പോകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മോഷൻ ഒട്ടും തന്നെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുക. നമ്മൾ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനെ അങ്ങനെ പൊക്കോട്ടെ അത് ഉണ്ടാകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ എത്തിക്കഴിഞ്ഞാൽ പൈൽസ് നമുക്ക് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുണ്ടാകും, ഒട്ടും തന്നെ മോഷൻ പോകാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. ലാസ്റ്റ് ട്രൈമസ്റ്റർ എത്തുമ്പോൾ നമുക്ക് പ്രഷർ കൊടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും. ആ ഭാഗത്ത് വെയിനൊക്കെ ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്ന കണ്ടീഷനാണ് നമ്മുടെ ബ്രസ്റ്റിലെ സ്വെല്ലിംഗ് പോലെ ഉണ്ടാവുക. അതായത് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നത് പോലെ, വേദന അനുഭവപ്പെടുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. ഡ്രസ്സ് ഒന്ന് കഴുത്തേക്കൂടി ഊരി മാറ്റാൻ പോലും നമുക്ക് പറ്റാത്ത രീതിക്ക് വേദന ഉണ്ടാവുന്നത്. ലൂട്ടിയൽ ഫേസിന്റെ സമയം മുതൽക്ക് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആവുന്നുണ്ട്. നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയെന്നുള്ള ഒരു സിഗ്നൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് കുറേയും കൂടി നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. അവിടുത്തെ ഗ്ലാൻസ് ഒക്കെ നന്നായിട്ട് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്കവിടെ സ്വെല്ലിംഗ് ഒക്കെ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ സ്വെല്ലിംഗ് ആയിട്ട് വന്നിട്ട് ബ്രസ്റ്റിന്റെ സൈസ് അടുത്തൊരു സൈസിലോട്ട് മാറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇങ്ങനെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ബ്രസ്റ്റ് നന്നായിട്ട് കെയർ ചെയ്യുക. എണ്ണയോ മറ്റുള്ള മോയ്സ്ചറൈസറോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്കിന്ന് ഡാർക്ക് ആവാനായിട്ടും സ്ട്രെച്ച് മാർക്സ് വരാനായിട്ടൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ബ്രായുടെ സൈസ് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സൈസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്താണെങ്കിൽ നോർമൽ നിങ്ങളുടെ ഒരു ഡേയിലും ഒരുപാട് ഇറുകിയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ബ്രായ ആണെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണെങ്കിലും നിങ്ങൾ ധരിക്കുന്ന സമയത്ത് ഡിസ്കംഫർട്ട് ഭയങ്കര കൂടുതലായിട്ടുണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾ ഈ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ മുതുകിന് പുറകിലുള്ള ഭാഗത്തും നിങ്ങൾക്ക് വേദന നന്നായിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതും പലർക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അടുത്തതായിട്ടുണ്ടാകുന്ന ലക്ഷണമാണ് ഡാർക്ക് നിപ്പിൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇത് നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഡാർക്ക് നിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് അല്ലാത്ത ഒരാളാണെങ്കിൽ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആയിരിക്കും. നമുക്കത് മനസ്സിലാകുകയും ചെയ്യും, ഇത് ബ്രൗൺ ആണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിന്റെ കളർ ബ്രൗണിന്റെ ഏറ്റവും എക്സ്ട്രീമിലോട്ട് പോവുകയോ ബ്ലാക്ക് ആകുന്ന രീതിയിലോട്ട് ചേഞ്ച് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫോർമേഷൻ നമുക്ക് മെലാസ്മ എന്ന് പറയും, അതായത് മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നൊക്കെ ഈ ഒരു കണ്ടീഷനെ പറയാറുണ്ട്. നമുക്ക് പലർക്കും പല ഭാഗത്തുമായിട്ടും ഇതുപോലെ ഡാർക്ക് ആയിട്ട് പോകുന്നത് പോലെ നമ്മുടെ കൈമുട്ടിന്റെ അവിടെയുള്ള പോർഷനിൽ, അല്ലെങ്കിൽ മൂക്കിന്റെ അവിടെ, കണ്ണിന്റെ അവിടെ, കഴുത്തിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
പ്രഗ്നൻസിയുടെ ഒരു ഹോർമോൺ ഹൈക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഈ ഒരു കണ്ടീഷനൊക്കെ പ്രഗ്നൻസി ഒന്ന് ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമലായി സ്റ്റേബിൾ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് മാറിപ്പോകും. ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഒരു കണ്ടീഷൻ മാറിക്കോളൂ കേട്ടോ. ഇതാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മിസ്ഡ് പീരീഡ് ആണ് കേട്ടോ. ഈ എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾക്ക് കണ്ടിട്ട് എക്സ്പെക്ടഡ് ഡേറ്റിൽ പീരീഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പീരീഡ്സ് വരുന്നില്ല എങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസി ആണെന്ന് ഒരു 80% വരെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള പീരീഡ് സൈക്കിളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം. റെഗുലർ പീരീഡ്സ് ഉള്ള ഒരാൾക്ക് ഈ ഒരു ലക്ഷണങ്ങളെല്ലാം ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഡാർക്ക് റെഡ് നിപ്പിൾസ് ഒക്കെ അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രക്തം എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ഒരുപാട് പേർക്ക് ത്രെട്ടേൺഡ് മിസ്കാരേജ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കെമിക്കൽ പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടും ട്യൂബൽ പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടും ഒക്കെ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നത് പീരീഡ്സ് നോക്കിയിട്ടാണ്. പോകുന്ന രക്തത്തിന്റെ അളവ്, അതുപോലെ രക്തത്തിന്റെ കളറിന്റെ വ്യത്യാസം, അതുപോലെ ക്ലോട്ട്സ് കൂടുതലായിട്ടുണ്ടോ, വേദന അമിതമായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങൾ ബോഡിയിൽ മോണിറ്റർ ചെയ്യുക. ചില ലക്ഷണങ്ങൾ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ മറ്റു ചില ലക്ഷണങ്ങൾ, അതായത് നിപ്പിള് ഡാർക്ക് ആയിട്ട് വരിക, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻസ് ഒക്കെ ഉണ്ടാവുക, സ്മെല്ലിന് ഹൈനസ് നമുക്ക് ഫീൽ ചെയ്യുക, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ടൈമിലാണ് ഉണ്ടായി വരുന്നത്. അതൊന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.